അപ്പോൾ പരാതി ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച മുന്നെയാണ് ഈ പരാതി ലഭിക്കുന്നത്. അതിലാണ് പോലീസിന്റെ ഈ നീക്കം വന്നിരിക്കുന്നത്. അതീവ രഹസ്യമായിട്ടുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പാലക്കാട് നിന്നും പത്തനംതിട്ടയിൽ നിന്നുമാണ് ഈ പരാതി വന്നിരിക്കുന്നത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച മുമ്പ് പരാതി ലഭിക്കുന്നു, മൊഴി രേഖപ്പെടുത്തുന്നു. വളരെ പെട്ടെന്ന് തന്നെ പാലക്കാട് എത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ എത്തിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ രഹസ്യമായിട്ട് തന്നെ എന്നാൽ വളരെ വേഗത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻപ് ഉള്ള 2 കേസുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ പോയി, രാഹുൽ പുറത്തേക്ക് പോകുന്നതും പോലീസ് സംഘം പരക്കം പായുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പഴുതടച്ചുള്ള നീക്കമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3ാമത്തെ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഗോകുൽ VS കൂടി വിവരങ്ങളുമായി ചേർന്നു. ഗോകുൽ, അനന്തൻ നൽകുന്ന കാര്യങ്ങൾ പ്രകാരം അത് ഈ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ്. ഒരാഴ്ച മുന്നേ ലഭിച്ച പരാതി, മൊഴി രേഖപ്പെടുത്തുന്നത്, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു തുടങ്ങിയ വളരെ പെട്ടെന്നുള്ള രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ പോലീസ് മുന്നിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഗുരുതരമായ ഒരു പരാതിയാണ് എന്ന് മാത്രമല്ല, കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നിൽ ഉണ്ട് എന്നാണ് അനന്തൻ സൂചിപ്പിക്കുന്നത്. കുരുക്കുമുറുകുകയല്ലേ? തീർച്ചയായും. കാരണം ഈ പരാതിയിൽ പോലീസ് നേരത്തെ സ്വീകരിച്ചതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകളൊക്കെ തന്നെ അടച്ചുകൊണ്ടാണ് പോലീസ് ഈ പരാതിയിൽ നീങ്ങിയത്. ഈ പരാതി വരുന്ന ഒരാഴ്ച മുൻപ് വരുന്നു. അനന്തൻ പറഞ്ഞതുപോലെ തന്നെ രഹസ്യമായി തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നു. അതിനുശേഷം അതീവ രഹസ്യമായി ഈ കേസ് അന്വേഷണം നടത്തുന്നു. പിന്നീട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ വരെ അതീവ രഹസ്യമായാണ് പോലീസ് നീങ്ങിയത്. അങ്ങനെ ഇവിടേക്ക് എത്തി KPM ഹോട്ടലിലാണ് രാഹുൽ തങ്ങിയിരുന്നത്. രാഹുലിനെ പോലീസ് നിരീക്ഷിച്ചു. പേഴ്സണൽ സ്റ്റാഫുകൾ ഇല്ലാത്ത സമയം നോക്കി മുറിയിലെത്തുകയും അവിടെ വെച്ച് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്നു. പത്തനംതിട്ട AR ക്യാമ്പിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോകുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും പത്തനംതിട്ട സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയത്, അതീവ രഹസ്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു MLA രാഹുൽ, പാലക്കാട് MLA ഒരു ബലാത്സംഗ കേസിൽ ഇപ്പോൾ അറസ്റ്റിലാകുന്ന ഒരു സ്ഥിതി കൂടി വരുന്നു എന്നുള്ളതാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത്തരത്തിലൊരു കേസ് വരുന്നു. രാഹുലിനെ അതീവ രഹസ്യമായി തന്നെ നീങ്ങി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പാലക്കാട് നമുക്ക് നോക്കുകയാണെങ്കിൽ പാലക്കാട് MLA ആണ് രാഹുൽ. പാലക്കാട്ടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ കാര്യമായ വിവരം ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അറസ്റ്റിന് തൊട്ട് മുൻപ് മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിവരം അറിഞ്ഞത്. പാലക്കാട് SPയുടെ നേതൃത്വത്തിൽ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തി. ഷൊർണൂർ DYSP ആണ് അദ്ദേഹം. ഈ സംഘത്തോടൊപ്പം ചേർന്നു. അദ്ദേഹത്തിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതും അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് തിരിച്ചതും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ 2 ഉദ്യോഗസ്ഥർക്ക്, DYSPക്കും അതോടൊപ്പം തന്നെ പാലക്കാട് SPക്കും മാത്രമേ പാലക്കാട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് പിന്നീട് ഈ KPM ഹോട്ടലിലിരിക്കുന്ന പാലക്കാട് സൗത്ത് സ്റ്റേഷനിലേക്ക് വരെ വിവരങ്ങൾ ലഭ്യമായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതീവ രഹസ്യമായി പോലീസ് നീങ്ങി. കാരണം ഇതിനു മുൻപുണ്ടായ കേസുകളിലൊക്കെ തന്നെ രാഹുലിന് ഒളിവിൽ കഴിയാനും അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം തേടാനൊക്കെ ഉള്ള ഒരു സാവകാശം ലഭിച്ചിരുന്നു. പക്ഷെ എന്നാൽ ഇക്കുറി അത് ഉണ്ടായില്ല. അതില്ലാതെ ഒരു വളരെ പെട്ടെന്ന് നടന്ന ഒരു അറസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി സ്വാഭാവികമായി മറ്റു നടപടികളുമായി രാഹുലിനെ വീണ്ടും ഒരു നിയമക്കുരുക്ക് എന്നുള്ള രീതിയിൽ തന്നെ ഇത് വരും. രാഹുലുമായി ബന്ധപ്പെട്ട അഭിഭാഷകനോ അല്ലെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ട മറ്റു അടുത്ത കേന്ദ്രങ്ങൾക്കൊന്നും തന്നെ ഈ അറസ്റ്റിനെ കുറിച്ചോ കസ്റ്റഡിയെ കുറിച്ചോ വിവരങ്ങളില്ല. രാഹുലുമായി അടുത്ത് നിൽക്കുന്നവർക്ക് പലർക്കും രാഹുൽ ഇപ്പോൾ എവിടെയാണെന്നോ എങ്ങോട്ടാണ് രാഹുലിനെ കൊണ്ടുപോയതെന്നോ അറിയില്ല. ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അവർ വിചാരിച്ചിരുന്നത് രാഹുലിനോട് പോലീസ് പറഞ്ഞതും ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ക്രൈമാണ്, അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ്. പക്ഷെ അങ്ങോട്ടായിരുന്നില്ല, പത്തനംതിട്ടയിലേക്കാണ് രാഹുലിനെ കൊണ്ടുപോയത്. അവിടെയുള്ള AR ക്യാമ്പിലേക്കാണ്, പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത കേസിനാണ് രാഹുലിനെ കൊണ്ടുപോയത്. അവിടെയുള്ള ക്യാമ്പിലേക്കാണ് രാഹുലിനെ മാറ്റുന്നത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്.